ഹലോ. ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും. അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഒരിടം. പ്രേതക്കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം. റേഡിയോകൾ നിശ്ചലമാകുന്ന, വടക്കുനോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായൊരിടം. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബർമുഡ ത്രികോണം അഥവാ ബർമുഡ ട്രയാങ്കിൾ. മയാമി, പിറ്റ്യൂരിക്ക, ബർമുഡ എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള സാങ്കല്പിക ത്രികോണത്തിനുള്ളിലുള്ള പ്രദേശമാണ് ഇപ്രകാരം അറിയുന്നത്. ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. 1945 5 വിമാനങ്ങളുടെ ഒരു ഗ്രൂപ്പായ ഫ്ലൈറ്റ് 19 ഈ ഒരു ഭാഗത്ത് വെച്ച് കാണാതായതിനെ തുടർന്നാണ് വലിയ തരത്തിൽ തന്നെ ഈ പ്രദേശം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ആളുകൾ കൂടുതലായി ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചതും. ഇത്രയും കാലത്തെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനോടകം 100ഓളം കപ്പലുകളും 75ഓളം വിമാനങ്ങളും ഈ ഒരു പ്രദേശത്ത് വെച്ച് കാണാതായിട്ടുണ്ട്. പിന്നീട് അതിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഈ വിമാനങ്ങളും കപ്പലുകളും എങ്ങോട്ട് പോയെന്നോ യാതൊരുവിധ വിവരങ്ങളും ഇന്നേ വരെ ആർക്കും ലഭിച്ചിട്ടില്ല. ഈ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങൾ പോലും പിന്നീട് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. നിഗൂഢതകളോട് നമ്മളിൽ പലർക്കും ആവേശമാണ്. ഒരേ സമയത്ത് നമ്മളിൽ ആവേശമുണ്ടാക്കുകയും അതേസമയം നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരിടമാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിളിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ത്രികോണ പരിധിക്കുള്ളിൽ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളതിനേക്കാൾ അധികമായി വിമാനങ്ങളും കപ്പലുകളും അപ്രത്യക്ഷമാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ അപ്രത്യക്ഷമാകുന്നതിൻ്റെ പിന്നിൽ അമാനുഷിക ശക്തികൾ എന്തെങ്കിലുമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ കളികളൊക്കെയാണോ ഇത്? അതല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഇവിടെയുണ്ടോ? അങ്ങനെ ഒട്ടേറെ സംശയങ്ങളാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളത്. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള കഥകൾക്ക് ഏകദേശം 1,500 വർഷത്തോളം പഴക്കമുണ്ട്. 1492 ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോന്ന കൊളംബസ് ഏതാണ്ട് ഈ പ്രദേശത്ത് എത്തിയപ്പോൾ വടക്കുനോക്കി യന്ത്രങ്ങളെല്ലാം നിശ്ചലമായി എന്ന് അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ തൻ്റെ കപ്പലിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ വിചിത്രമായ ഒരു തീഗോളം താൻ അവിടെ കണ്ടുവെന്നും നോക്കി നിൽക്കുമ്പോൾ അത് താഴെ സമുദ്രത്തിലേക്ക് വന്ന് കൂപ്പുകുത്തിയെന്നുമൊക്കെ കൊളംബസ് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1505 ഈ പ്രദേശം ആദ്യമായി കണ്ടെടുക്കുന്ന സ്പാനിഷ് നാവികൻ ഹുവാൻ ഡെ ബർമുഡസിൻ്റെ പേരിൽ നിന്നാണ് ബർമുഡ എന്ന സ്ഥലപ്പേര് ഉണ്ടായി വരുന്നത്. ബർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ? ശരിക്കും എന്താണ് ബർമുഡ ട്രയാങ്കിൾ? ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 മേഖലയെ ചേർത്ത് വരച്ചുകൊണ്ടുള്ള ഒരു സാങ്കല്പിക ത്രികോണമാണ്. അതായത് ഇത് നമ്മുടെ മാപ്പിൽ കാണാൻ സാധിക്കില്ല. മയാമി, പിറ്റ്യൂരിക്ക, ബർമുഡ ഈ പ്രദേശങ്ങളെയും ചേർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ മാപ്പിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ 3 ഭാഗങ്ങളും കൂടിച്ചേരുന്ന സമയത്ത് ഒരു ത്രികോണം രൂപപ്പെടും. ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലും അതിന് കുറച്ച് പുറത്തേക്കുമുള്ള ഏരിയയും എല്ലാം കൂടെ ചേർത്താണ് ഇതിനെ ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു സാങ്കല്പിക ഏരിയയാണ്. ഈ ഏരിയയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളും വിമാനങ്ങളും കാലങ്ങളായി കാണാതായി പോകുന്നു. ആദ്യമായി ആ മേഖലയിൽ ഒരു കപ്പൽ നഷ്ടമായി എന്ന് രേഖപ്പെടുത്തിയത് 1800-ലാണ്. അന്ന് 90 പേരുമായി യാത്ര ചെയ്ത USS പിക്കറിൻ എന്ന അമേരിക്കൻ കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ബർമുഡ ട്രയാങ്കിളിലെ അസാധാരണ പ്രതിഭാസങ്ങളുടെ പിന്നിൽ ഇന്നും കണ്ടെത്തുവാനോ നിർവചിക്കുവാനോ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്കിടയിൽ കുറെ ഊഹാപോഹങ്ങളാണുള്ളത്. ഒരു കൂട്ടം പേർ വിശ്വസിക്കുന്നു അവിടെ അമാനുഷിക ശക്തികളുണ്ടെന്ന്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവിടെ ദുരൂഹമായ സാഹചര്യത്തിൽ കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നതെന്ന് ചിലർ പറയുന്നു. മറ്റൊരു സിദ്ധാന്തം ഇങ്ങനെയാണ്. ബർമുഡ ട്രയാങ്കിൾ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും ആ ലോകത്തിലേക്ക് വലിച്ചെടുക്കുന്നത് മൂലമാണ് അവയുടെ അവശിഷ്ടങ്ങളൊന്നും ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് ലഭിക്കാത്തത് എന്നാണ് ഇങ്ങനെ വിശ്വസിക്കുന്നവർ പറയുന്നത്. ശാസ്ത്രീയമായ അടിത്തറയുടെ പിൻബലത്തിൽ ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹതയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണ്. 1. ബർമുഡ ട്രയാങ്കിളിലെ ശക്തമായ ജലപ്രവാഹം. ഈ ജലപ്രവാഹത്തിന് കാരണം ബർമുഡ ട്രയാങ്കിളിൻ മേഖലയിലൂടെ കടന്നു പോകുന്ന ഗൾഫ് സ്ട്രീം എന്ന സമുദ്രജല പ്രവാഹമാണ്. മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ഫ്ലോറിഡ കടലിടുക്കിനെ ചുറ്റിയൊഴുകി വടക്ക് കിഴക്ക് യൂറോപ്പിലേക്ക് ഒഴുകുന്ന ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. വളരെ വേഗത്തിൽ ഒഴുകുന്നതും പ്രക്ഷുബ്ധമായതുമായ ഈ ജലപ്രവാഹത്തിൽ ബർമുഡ ട്രയാങ്കിളിൽ തകരുന്ന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വിധം ചിതറി ഒഴുകിപ്പോകുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത കാരണമായി ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് മീഥേൻ എക്സ്പ്ലോഷൻ ആണ്.
സമുദ്രത്തിനടിയിൽ സംഭവിക്കുന്ന മീഥേൻ എക്സ്പ്ലോഷനുകൾക്ക് കപ്പലുകളും വിമാനങ്ങളും ഇരയാകുമെന്ന് പറയുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന മണ്ണിടിച്ചിലിൻ്റെ ഫലമായി വലിയ അളവിൽ മീഥേൻ വാതകം പുറത്തു വരുന്നത് മൂലം അത്തരം സാഹചര്യങ്ങളിൽ ആ പ്രദേശത്തെ അടിത്തട്ട് മുതൽ ഉപരിതലം വരെയുള്ള ജലത്തിൻ്റെ സാന്ദ്രത വളരെയധികം കുറയുകയും തന്മൂലം അതുവഴി കടന്നു പോകുന്ന കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പതിക്കുന്നുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതുപോലെ തന്നെ ജ്വലന സ്വഭാവമുള്ള മീഥേൻ വാതകം സമുദ്ര ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന് ആ മേഖലയുടെ മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളിൽ തീ പിടിക്കാൻ ഇടയാക്കുകയും അതുമൂലം അത് തകർന്ന് കടലിൽ പതിക്കുകയും ചെയ്യുന്നു. ബർമുഡ ട്രയാങ്കിളിലെ സമുദ്രമേഖലയുടെ അടിത്തട്ടിലെ അസ്ഥിരതയാണ് അടുത്ത കാരണമായി പറയുന്നത്. ധാരാളം ചെരിവുകളും ഗർത്തങ്ങളും കിടങ്ങുകളുമുള്ള തീർത്തും അസ്ഥിരമായ ഒരു അടിത്തട്ടാണ് അവിടെയുള്ളത്. തകർന്ന കപ്പലുകളും വിമാനങ്ങളും ഈ കിടങ്ങുകളിലോ ഗർത്തങ്ങളിലേക്കോ ആണ് പതിക്കുന്നതെങ്കിൽ അവയെ കണ്ടെത്തുക എന്നത് തീർത്തും അസാധ്യമായ ഒന്നാണെന്ന് വിദഗ്ധർ പറയുന്നു. ബർമുഡ ട്രയാങ്കിളിൽ കാണപ്പെടുന്ന രാക്ഷസ തിരമാലകളാണ് അടുത്ത കാരണമായി പറയുന്നത്. ബർമുഡ ട്രയാങ്കിളിൻ്റെ മുകളിലൂടെ പറന്ന് അപ്രത്യക്ഷമായ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ അവസാന വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് മൂടൽമഞ്ഞ്. സമുദ്രത്തിന് നടുവിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി തങ്ങളുടെ വിമാനത്തെ മൂടൽമഞ്ഞ് പൊതിഞ്ഞുവെന്നും ആ മൂടൽമഞ്ഞിൽ അകപ്പെട്ടപ്പോൾ വിമാനത്തിൻ്റെ ഇലക്ട്രോണിക്സ് മുഴുവൻ തകരാറിലായെന്നും പൈലറ്റുമാർ അവരുടെ അവസാന വാക്കുകളിൽ പറയുന്നു. 1975 പുറത്തിറങ്ങിയ ദ ബർമുഡ ട്രയാങ്കിൾ മിസ്റ്ററി സോൾവ്ഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ലോറൻസ് ഡേവിഡ് കുഷി പറയുന്നത് ഇതുവരെ കേട്ടതിൽ നിന്നും വളരെ വിപരീതമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ സമാനമോ അല്ലെങ്കിൽ അതിൽ കുറവോ മാത്രമാണ് ബർമുഡ ട്രയാങ്കിളിലും സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ദുരൂഹതയും ഇല്ല എന്നും പറയുന്നു. കൃത്യമായ റിസർച്ച് ഒന്നും തന്നെ നടത്താതെയാണ് പലരും ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2013 ഒരു പഠനത്തിൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 സമുദ്രജല പാതകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവയിൽ ബർമുഡ ട്രയാങ്കിൾ ഉൾപ്പെട്ടിരുന്നില്ല. നിഗൂഢതകളോട് വല്ലാത്ത ഭ്രമമുള്ള മനുഷ്യന് ഈ സത്യം അംഗീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ദുരൂഹമായ ഒന്നും തന്നെ ബർമുഡ ട്രയാങ്കിളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ പലർക്കും ഇന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ, പിന്നെങ്ങനെ വിശ്വസിക്കും? ശാസ്ത്രലോകം അവിടെ നിഗൂഢമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. എന്നാലും നമുക്കിപ്പോഴും ഒരു സംശയം ബാക്കിയില്ലേ? അവിടേക്ക് പുറപ്പെട്ടു പോയ കപ്പലുകളും വിമാനവുമൊക്കെ എങ്ങനെ അപ്രത്യക്ഷമായി? ഒരു തെളിവും ബാക്കി വെക്കാതെ അവയൊക്കെ എങ്ങോട്ട് പോയി? ബർമുഡ ട്രയാങ്കിൾ ഒരു സാധാരണ സ്ഥലമായി കാണാൻ കഴിയാത്ത മനുഷ്യൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.